SVTVയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കേൾവിക്കാർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രകൃതിയുടെ നിഗൂഢതകളിലേക്കും ഒരു യഥാർത്ഥ നായാട്ടുകാരൻ്റെ വിയർപ്പും ഭയവും നിറഞ്ഞ അനുഭവങ്ങളിലേക്കും നമുക്കൊരിക്കൽ കൂടി യാത്ര ചെയ്യാം. എൻ്റെ പേര് ആർതർ. കാടിൻ്റെ ഇതിഹാസങ്ങളായ ജിം കോർബറ്റിൻ്റെയും കെന്നത്ത് ആൻഡേഴ്സിൻ്റെയും ഒക്കെ കാലത്ത് ഉത്തരേന്ത്യൻ കാടുകളിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യൻ. എൻ്റെ വലിയ തോക്കിൽ നിന്ന് വെടിയേറ്റ് വീണ മൃഗങ്ങളുടെ എണ്ണം പറഞ്ഞ് നിങ്ങളുടെ മുൻപിൽ അഹങ്കരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ഞാൻ മൃഗങ്ങളെ വെറുതെ കൊന്നു രസിക്കുന്ന ഒരു വിനോദ വേട്ടക്കാരനായിരുന്നില്ല. കാടും നാടും തമ്മിലുള്ള അതിരുകൾ മായുമ്പോൾ, പാവപ്പെട്ട ഗ്രാമീണരുടെ ജീവനും സ്വത്തിനും കാട്ടുമൃഗങ്ങൾ ഭീഷണിയാകുമ്പോൾ അവിടെ അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് നിയോഗിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. എൻ്റെ അനുഭവങ്ങൾ കെട്ടുകഥകളല്ല. രാക്ഷസന്മാരെ പോലെയുള്ള മൃഗങ്ങളെയോ വായുവിൽ പറക്കുന്ന ദുർമന്ത്രവാദങ്ങളെയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. കാട്ടിലെ മൃഗങ്ങൾ പ്രകൃതിയുടെ അതിമനോഹരമായ സൃഷ്ടികളാണ്. അവയ്ക്ക് അവരുടേതായ ബുദ്ധിയും അതിജീവന ശേഷിയും ചിലപ്പോൾ മനുഷ്യനേക്കാൾ വലിയ സ്നേഹവുമുണ്ട്. ഉത്തരേന്ത്യയിലെ ഹിമാലയൻ താഴ്വരകളിൽ നേപ്പാൾ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ സാൽ മരങ്ങൾ, തിങ്ങി നിറഞ്ഞ വനങ്ങളിൽ നടന്ന തികച്ചും യാഥാർത്ഥ്യമായ ഒരു വേട്ടയുടെ കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അബദ്ധവും അതിൽ നിന്നുള്ള വലിയൊരു തിരിച്ചറിവും ഈ വേട്ടയിലുണ്ടായിരുന്നു. കാടിനെ നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും പ്രകൃതി എപ്പോഴും നമ്മളെ വിഡ്ഢികളാക്കാൻ പുതിയ വഴികൾ കണ്ടുവച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സംഭവം 1930കളുടെ തുടക്കം. ഞാൻ ഉത്തരാഖണ്ഡിലെ ഒരു ചെറിയ ഫോറസ്റ്റ് ക്യാമ്പിൽ വിശ്രമിക്കുന്ന സമയത്താണ് എനിക്ക് ആ അടിയന്തര ടെലിഗ്രാം ലഭിക്കുന്നത്. ടെറായ് കാടുകളോട് ചേർന്ന് കിടക്കുന്ന രുദ്രപൂർ എന്ന വളരെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നായിരുന്നു ആ സന്ദേശം. അവിടെ വലിയൊരു കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായി ആ ഗ്രാമത്തിന് ഉറക്കമില്ല. അവരുടെ ഉപജീവന മാർഗമായ ഗോതമ്പ് പാടങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഏറ്റവും ദാരുണമായ സംഭവം നടന്നത് 2 ദിവസം മുൻപാണ്. രാത്രിയിൽ വിളവുകൾ കാവൽ കിടന്നിരുന്ന 2 പാവപ്പെട്ട കർഷകർ ആ കാട്ടാനയുടെ മുന്നിൽ പെട്ടുപോയി. അവരുടെ കാവൽമാടം ആന പൂർണ്ണമായും തകർത്തു. ആനയുടെ ചവിട്ടേറ്റ് ആ പാവങ്ങൾ ദാരുണമായി കൊല്ലപ്പെട്ടു. മനുഷ്യൻ ചോര രുചിച്ച മൃഗങ്ങളെ നമ്മൾ നരഭോജികൾ എന്ന് വിളിക്കും. എന്നാൽ അതൊരു നരഭോജിയായ ആനയായിരുന്നില്ല. ആനകൾ ഒരിക്കലും മനുഷ്യൻ്റെ മാംസം തിന്നാറില്ല. അവർ പൂർണ്ണമായും സസ്യഭുക്കുകളാണ്. പക്ഷേ പ്രായം കൂടുമ്പോഴോ, മരത്തടികൾ കുത്തുമ്പോൾ, കൊമ്പിനോ പല്ലിനോ എന്തെങ്കിലും അസുഖം വരുമ്പോഴോ, പരിക്കേൽക്കുമ്പോഴോ ചില ആനാനകൾക്ക് വല്ലാത്തൊരു സ്വഭാവമാറ്റമുണ്ടാകും. കടുത്ത വേദന കാരണം അവരുടെ സമനില തെറ്റും. സ്വന്തം കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അത്തരം ഒറ്റയാന്മാർ കടുത്ത ദേഷ്യക്കാരായിരിക്കും. അവർ കാടിൻ്റെ അതിർത്തികൾ ഭേദിച്ച് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങും. മുന്നിൽ കാണുന്ന എന്തിനേയും അവർ അതിക്രൂരമായി ആക്രമിച്ച് നശിപ്പിക്കും. രുദ്രപൂർ ഗ്രാമത്തിലിറങ്ങിയതും അത്തരത്തിൽ വഴിതെറ്റിയ ഒരു വലിയ കാട്ടാനയായിരുന്നു. ഗ്രാമവാസികളുടെ ജീവൻ രക്ഷിക്കാൻ അതിനെ വെടിവെച്ച് കൊല്ലുക എന്നത് മാത്രമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി. ആ വലിയ ദൗത്യം അവരെന്നെ ഏൽപ്പിച്ചു. വളരെ അപകടം പിടിച്ച ഒരു ജോലിയാണത്. കാരണം ഒരു കടുവയെ വേട്ടയാടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അപകടമാണ് ബുദ്ധിമാനായ ഒരു കൊലക്കൊമ്പനെ കാടിനുള്ളിൽ ചെന്ന് നേരിടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഡബിൾ ബാരൽ റൈഫിളും ഈയത്തിലുള്ള വലിയ തിരകളും അത്യാവശ്യം സാധനങ്ങളും എടുത്ത് ഞാൻ രുദ്രപൂരിലേക്ക് യാത്ര തിരിച്ചു. കൽക്കരി വണ്ടിയിലുള്ള ഒരു നീണ്ട യാത്രയായിരുന്നു അത്. തീവണ്ടിയുടെ ജനലിലൂടെ നോക്കുമ്പോൾ ഇരുവശത്തും തിങ്ങി നിറഞ്ഞ ഉത്തരേന്ത്യൻ കാടുകൾ എനിക്ക് കാണാമായിരുന്നു. ഇടയ്ക്ക് തീവണ്ടി ഇറങ്ങി കാളവണ്ടിയിലുമായി 2 ദിവസത്തെ യാത്ര വേണ്ടി വന്നു എനിക്ക് അവിടെ എത്താൻ. ഞാൻ ആ ഗ്രാമത്തിലെത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. സൂര്യൻ പതിയെ കാടിന് പിന്നിലേക്ക് മറയുന്നു. ഗ്രാമത്തിൽ വല്ലാത്തൊരു ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയായിരുന്നു. സാധാരണ ഗ്രാമങ്ങളിൽ കേൾക്കാറുള്ള കുട്ടികളുടെ കളിച്ചിരികളോ മൃഗങ്ങളുടെ ശബ്ദമോ അവിടെ ഉണ്ടായിരുന്നില്ല. വലിയൊരു ഭയം ആ ഗ്രാമത്തെ ഒന്നാകെ ഒരു പുതപ്പ് പോലെ മൂടി നിന്നിരുന്നു. പകൽ വെളിച്ചത്തിൽ പോലും ആളുകൾ വീടിന് പുറത്തിറങ്ങാൻ മടിച്ചു. കാടിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള പാടങ്ങൾ പൂർണ്ണമായും ഉരുതുമറിച്ചതുപോലെ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഗ്രാമത്തലവനായ രാംസിംഗ് എന്നെ വളരെ ആശ്വാസത്തോടെ സ്വീകരിച്ചു. അവരെനിക്ക് താമസിക്കാൻ സുരക്ഷിതമായ ഒരു ചെറിയ വീടൊരുക്കിയിരുന്നു. അന്ന് രാത്രി മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഗ്രാമത്തലവനിൽ നിന്നും ഞാൻ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായി ആ ആന ആ പ്രദേശത്തുണ്ട്. പകൽ സമയത്ത് അത് സാൽ കാടുകളുടെ വളരെ ഉള്ളിലേക്ക് പോയി വിശ്രമിക്കും. രാത്രിയായാൽ കൃഷിയിടങ്ങളിലേക്ക് വരും. അതിന് വലിയൊരു കൊമ്പുണ്ടെന്നും ഇരുട്ടിൻ്റെ നിറമാണെന്നും
സാധാരണ ആനകളേക്കാൾ വലിയ ബുദ്ധി അതിനുണ്ടെന്നും ഗ്രാമത്തലവൻ ഭയത്തോടെ പറഞ്ഞു. തീപ്പന്തങ്ങൾ കൊണ്ടോ നാടൻ പടക്കങ്ങൾ കൊണ്ടോ അതിനെ ഭയപ്പെടുത്താൻ കഴിയില്ലത്രേ. ശബ്ദം കേട്ടാൽ തിരിഞ്ഞോടുന്നതിന് പകരം ശബ്ദം കേട്ട ഭാഗത്തേക്ക് അത് പാഞ്ഞെടുക്കും. മരിച്ച കർഷകരുടെ കുടുംബങ്ങളുടെ കരച്ചിൽ ദൂരെ നിന്നും എനിക്ക് കേൾക്കാമായിരുന്നു. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരം തോന്നി. എത്രയും വേഗം ഈ ദുരിതത്തിന് ഒരു അറുതി വരുത്തണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പിറ്റേന്ന് അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഉണർന്നു. കോടമഞ്ഞ് ഗ്രാമത്തെ പൂർണ്ണമായും മൂടി നിന്നിരുന്നു. പുല്ലുകളിൽ മഞ്ഞുകണങ്ങൾ വീണു കിടക്കുന്നു. എൻ്റെ റൈഫിളിൽ തിരകൾ നിറച്ച് ഞാൻ കാടിൻ്റെ അതിർത്തിയിലേക്ക് നടന്നു. അവിടെ ആന അവസാനമായി വന്ന കൃഷിയിടത്തിൽ ഞാൻ എൻ്റെ സൂക്ഷ്മമായ പരിശോധനകൾ തുടങ്ങി. എനിക്ക് ആ മൃഗത്തെക്കുറിച്ച് കൃത്യമായ ചില വിവരങ്ങൾ ആവശ്യമായിരുന്നു. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് മൃഗങ്ങളുടെ കാൽപ്പാടുകളാണ് ഏറ്റവും വലിയ വഴികാട്ടി. ചെളിമണ്ണിൽ പതിഞ്ഞ ആ വലിയ കാൽപ്പാടുകൾ ഞാൻ മുട്ടുകുത്തിയിരുന്ന് വളരെ ശ്രദ്ധയോടെ നോക്കി. അതൊരു ഭീമാകാരനായ രാക്ഷസനൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ കാട്ടാനയുടെ കാൽപ്പാടുകൾ. എന്നാൽ മുൻകാലുകളിലെ നഖങ്ങളുടെ അടയാളം വളരെ വ്യക്തമായി മണ്ണിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻകാലിൻ്റെ കാൽപ്പാടിൻ്റെ ചുറ്റളവെടുത്താൽ ഒരു ആനയുടെ ഏകദേശ ഉയരം കണക്കാക്കാൻ കഴിയും. അത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 9 അടിക്ക് മുകളിൽ ഉയരമുള്ള ഒരു ആണാനയാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ കാൽപ്പാടുകളുടെ അകലം നോക്കിയപ്പോൾ അതൊരു പൂർണ്ണ വളർച്ചയെത്തിയ നല്ല കരുത്തുള്ള ഒരു കൊമ്പനാണെന്നും ഉറപ്പായി. നടക്കുമ്പോൾ അതിൻ്റെ വലത്തെ കാലിന് ചെറിയൊരു കോട്ടമുള്ളതുപോലെ മണ്ണിലെ പാടുകൾ സൂചിപ്പിച്ചു. അതെനിക്ക് വലിയൊരു സൂചനയായിരുന്നു. അവൻ നടന്നുപോയ വഴിയിലെ ചില ഉണങ്ങിയ മരത്തടികളിൽ കൊമ്പുരഞ്ച പാടുകളുണ്ടായിരുന്നു. ആന തിരികെ കാട്ടിലേക്ക് പോയ വഴി അവിടെ വ്യക്തമാണ്. വലിയ സാൽമരങ്ങൾക്കിടയിലൂടെ ഒടിഞ്ഞു വീണ മുളങ്കൂട്ടങ്ങളെ വകഞ്ഞുമാറ്റി അവൻ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നുപോയിരിക്കുന്നു. കാട്ടുപാതയിൽ കിടന്നിരുന്ന ആനപ്പിണ്ടത്തിന് ചെറിയ ചൂടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അവൻ ആ വഴി കടന്നുപോയത് എന്നാണ്. ഇനി ഗ്രാമത്തിൽ കാത്തിരുന്നിട്ട് കാര്യമില്ല. രാത്രിയാകുമ്പോൾ അവനെ ഗ്രാമത്തിൽ വെച്ച് നേരിടുന്നത് വലിയ അപകടമാണ്. ഇരുട്ടിൽ എനിക്ക് ലക്ഷ്യം തെറ്റിയാൽ ഗ്രാമത്തിലുള്ള കൂടുതൽ ആളുകളുടെ ജീവനാകും നഷ്ടപ്പെടുക. അവനെ കാടിനുള്ളിൽ വെച്ച് പകൽ വെളിച്ചത്തിൽ തന്നെ തീർക്കണം. ഞാൻ തോക്ക് തോളിലിട്ടു. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞാൻ ആ വലിയ ഉത്തരേന്ത്യൻ കാടിൻ്റെ കനത്ത നിശബ്ദതയിലേക്ക് പതിയെ നടക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയ, ഞാൻ ഒരിക്കലും മറക്കാത്ത ആ വലിയ വേട്ട അവിടെ തുടങ്ങുകയായിരുന്നു. ഹിമാലയത്തിൻ്റെ അടിവാരത്തുള്ള സാൽ കാടുകൾക്ക് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ട്. 100 അടിയിലധികം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന വൻമരങ്ങൾ. അവയുടെ ഇലച്ചാർത്തുകൾ ആകാശത്തെ പൂർണ്ണമായും മറച്ചു പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്ക് പോലും ആ കാടിനുള്ളിൽ വല്ലാത്തൊരു ഇരുട്ടായിരിക്കും. നിലത്ത് കാലങ്ങളായി വീണുകിടക്കുന്ന കരിയിലകളുടെ വലിയൊരു മെത്തയുണ്ട്. ആ കരിയിലകളിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശബ്ദം പോലും ആ നിശബ്ദതയിൽ കിലോമീറ്ററുകളോളം ദൂരേക്ക് കേൾക്കാൻ കഴിയും. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. ഇര നമ്മളെ കാണുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കാൽപ്പാൽ പെരുമാറ്റം കേട്ട് ഒന്നുകിൽ അത് ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ പതിയിരുന്ന് നമ്മളെ ആക്രമിക്കും. ഞാൻ വളരെ ശ്രദ്ധയോടെ ഓരോ കാൽവെപ്പും അളന്നു മാറ്റിയാണ് മുന്നോട്ട് നടന്നത്. എൻ്റെ കയ്യിലെ ഭാരമുള്ള റൈഫിൾ ഞാൻ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിരുന്നു. ആനയുടെ കാൽപ്പാടുകൾ പിന്തുടരുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം അത് പോകുന്ന വഴിയിലെ വലിയ മുളങ്കൂട്ടങ്ങളും ചെറിയ മരങ്ങളുമെല്ലാം തകർന്നു കിടപ്പുണ്ടാകും. എന്നാൽ അപകടം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പ്രവചിക്കാൻ കഴിയില്ല. കാറ്റ് ഏത് ദിശയിലാണ് വീശുന്നതെന്നറിയാൻ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ തുണിസഞ്ചി എടുത്തു. അതിൽ കുറച്ച് ചാരമായിരുന്നു. ഞാൻ അതിൽ നിന്നും ഒരു നുള്ളു ചാരം വായുവിലേക്കിട്ടു. എൻ്റെ ഭാഗ്യത്തിന് കാറ്റ് വീശുന്നത് എൻ്റെ മുഖത്തേക്കാണ്. അതായത് എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം കാറ്റിലൂടെ ഒരിക്കലും ആ മൃഗത്തിലേക്ക് എത്തില്ല. ആനകൾക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. എന്നാൽ അവയുടെ ഘ്രാണശക്തിയും കേൾവിശക്തിയും മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. മണിക്കൂറുകൾ നീണ്ട നടത്തം എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. ഉത്തരേന്ത്യൻ കാടുകളിലെ കൊടും ചൂടും ഈർപ്പവും കാരണം എൻ്റെ വിയർപ്പ് വസ്ത്രങ്ങളെ പൂർണ്ണമായും നനച്ചു. കുടിക്കാൻ കയ്യിൽ വെള്ളമുണ്ടായിരുന്നെങ്കിലും തോക്കിൽ നിന്നും കൈമാറ്റാൻ എനിക്ക് ഭയമായിരുന്നു. കാട് കൂടുതൽ നിശബ്ദമായിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു കകേഴമാൻ വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. പിന്നാലെ മരങ്ങൾക്ക് മുകളിൽ നിന്നും കുരങ്ങുകളുടെ ഭയപ്പെടുത്തുന്ന അപായ ശബ്ദവും മുഴങ്ങി. കാട്ടിൽ എന്തോ ഒരു വലിയ മൃഗം സഞ്ചരിക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണത്. എൻ്റെ സർവ്വ ഇന്ദ്രിയങ്ങളും പെട്ടെന്ന് ഉണർന്നു. ഞാനൊരു വലിയ മരത്തിൻ്റെ മറവിലേക്ക് മാറി നിന്നു.
എൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത ഞാൻ കുറച്ചു. കാതുകൾ വായുവിലേക്ക് കൂർപ്പിച്ചു. അല്പസമയത്തിന് ശേഷം വളരെ നേർത്ത ഒരു ശബ്ദം എൻ്റെ ചെവികളിൽ പതിഞ്ഞു. വലിയ 2 മുറങ്ങൾ ഒരുമിച്ചടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. കാട്ടാനകൾ അവയുടെ വലിയ ചെവികൾ കഴുത്തിലേക്ക് അടിച്ചാട്ടുന്ന ശബ്ദമാണത്. എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ആ കൊലയാളി എൻ്റെ വളരെ അടുത്തുണ്ട്. ഞാൻ മരത്തിൻ്റെ മറവിൽ നിന്നും വളരെ പതുക്കെ തല പുറത്തേക്കിട്ട് നോക്കി. കുറച്ചകലെ ഇടതൂർന്ന മുളങ്കൂട്ടങ്ങൾക്കിടയിൽ ഒരു വലിയ ചാരനിറമുള്ള പാറക്കെട്ട് പോലെ അവൻ നിൽപ്പുണ്ട്. രുദ്രപൂർ ഗ്രാമത്തെ വിറപ്പിച്ച ആ ഭീമൻ ഒറ്റക്കൊമ്പൻ. അവൻ്റെ വലിപ്പം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഗ്രാമത്തലവൻ പറഞ്ഞതുപോലെ തന്നെ ഭയാനകമായ രൂപം, മണ്ണും ചെളിയും പുരണ്ട കറുത്ത ശരീരം, താഴേക്ക് വളർന്നിറങ്ങിയ കൊടിയ മൂർച്ചയുള്ള 2 വലിയ കൊമ്പുകൾ. അവൻ ഒരു വലിയ മരക്കൊമ്പ് തുമ്പിക്കൈ കൊണ്ട് ഒടിച്ച് ഇലകൾ തിന്നുകയായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൾ ഒന്നുകൂടി സൂക്ഷ്മമായി അവനിലേക്ക് നട്ടു. അവൻ്റെ വലത്തെ മുൻകാൽ മണ്ണിൽ പൂർണ്ണമായിക്ക് കുത്താതെ ചെറിയൊരു കോട്ടത്തോടെയാണ് അവൻ നിൽക്കുന്നത്. ഞാൻ രാവിലെ കൃഷിയിടത്തിൽ കണ്ട അതേ കാൽപ്പാടുകളുടെ ഉടമ. യാതൊരു സംശയവുമില്ല, 2 മനുഷ്യരെ കൊന്നൊടുക്കിയ ആ കൊലയാളി തന്നെയാണ്. ഇനി ഒട്ടും സമയം കളയാനില്ല. അവന് എൻ്റെ സാന്നിധ്യം മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ കൃത്യമായൊരു വെടിയുതിർക്കണം. ആനയുടെ തലയോട്ടി വളരെ വലുതാണെങ്കിലും അതിൻ്റെ മസ്തിഷ്കം ഒരു ചെറിയ പന്തിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. കട്ടിയുള്ള വലിയ അസ്ഥികൾക്ക് പിന്നിലാണ് അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നെറ്റിയിലോ ശരീരത്തിലോ വെടിവെച്ചാൽ വെടിയുണ്ട കട്ടിയുള്ള തൊടിയിൽ തട്ടി നിൽക്കും. അതവനെ കൂടുതൽ കോപിതനാക്കാൻ മാത്രമേ ഉപകരിക്കൂ. കൃത്യമായി ചെവിയുടെ ദ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ ചെവിക്കും കണ്ണിനുമിടയിലുള്ള ചെറിയൊരു കുഴിയിലൂടെയോ വെടിയുണ്ട ഉള്ളിൽ കയറിയാൽ മാത്രമേ മരണമുറപ്പാക്കാൻ കഴിയൂ. അതിനായി അവൻ എൻ്റെ നേർക്ക് തല തിരിക്കുന്നതുവരെ എനിക്ക് കാത്തിരുന്നേ മതിയാകൂ. ഞാൻ റൈഫിൾ തോളിലേക്ക് വെച്ച് ലക്ഷ്യമുറപ്പിച്ചു. കാഞ്ചിയിൽ വിരലുകൾ അമർത്തി ശ്വാസമടക്കി പിടിച്ച് ഞാൻ കാത്തിരുന്നു. ഓരോ സെക്കൻഡും മണിക്കൂറുകൾ പോലെയാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് കാറ്റിൻ്റെ ഗതിയൊന്ന് മാറി. ഇലകളുടെ അനക്കം കേട്ടിട്ടോ ഗന്ധം പിടിച്ചിട്ടോ അവൻ ചവച്ചുകൊണ്ടിരുന്ന ഇലകൾ താഴെയിട്ടു. വലിയ ചെവികൾ മുന്നോട്ട് കൂർപ്പിച്ചു പിടിച്ച് അവൻ പെട്ടെന്നെൻ്റെ നേർക്ക് തലതിരിച്ചു. അവൻ്റെ ചെറിയ കണ്ണുകൾ എന്നെ കണ്ടുവെന്ന് എനിക്ക് ഉറപ്പായി. അവൻ എന്നെ ആക്രമിക്കാനായി തുമ്പിക്കൈ ചുരുട്ടി വലിയൊരു ചിഹ്നം വിളിക്കായി വായ തുറന്നു. അതായിരുന്നു എൻ്റെ ഒരേ ഒരു അവസരം. അവൻ്റെ കണ്ണിനും ചെവിക്കുമിടയിലുള്ള ആ മർമ്മസ്ഥാനം എനിക്ക് കൃത്യമായി കാണാമായിരുന്നു. ഞാൻ എൻ്റെ വിരലുകൾ കാഞ്ചിയിൽ അതിശക്തമായി അമർത്തി. കാടിൻ്റെ സമാധാനം പൂർണ്ണമായും തകർത്തുകൊണ്ട് ആ വലിയ ഡബിൾ ബാരൽ തോക്കിൽ നിന്നും തീപ്പൊരികൾ പാറി. വെടിവെച്ച ഒരു വലിയ ഇടിമുഴക്കം പോലെ ആ മലനിരകളിൽ മാറ്റൊലിക്കൊണ്ടു. എൻ്റെ ലക്ഷ്യം 100% കൃത്യമായിരുന്നു. ആ ഭാരമേറിയ വെടിയുണ്ട അവൻ്റെ തലയോട്ടലയോട്ടി തുളച്ചുകയറി മസ്തിഷ്കത്തെ തകർത്തു കഴിഞ്ഞിരുന്നു. യാതൊരു ശബ്ദവും പുറപ്പെടുവിക്കാതെ വലിയൊരു മല താഴേക്ക് പതിക്കുന്നത് പോലെ ആ ഭീമാകാരനായ ഒറ്റക്കൊമ്പൻ മുൻപോട്ടാഞ്ഞ് ചെളിമണ്ണിലേക്ക് വലിയ ശബ്ദത്തോടെ വീണു. ചുറ്റുമുള്ള ചെറിയ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും ഉണങ്ങിയ ഇലകൾ വായുവിലേക്ക് തെറിക്കുകയും ചെയ്തു. ഞാൻ തോക്കിൽ 2ാമത്തെ തിരകൾ നിറച്ച് കുറച്ചു നേരം അനങ്ങാതെ അവിടെ തന്നെ നിന്നു. അവൻ മരിച്ചുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. കുറച്ചു കഴിഞ്ഞിട്ടും യാതൊരു അനക്കവുമില്ലാതെ വന്നപ്പോൾ ഞാൻ പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു. എൻ്റെ വിരലുകൾ കൊണ്ട് ആ ജീവനില്ലാത്ത വലിയ കണ്ണുകളിൽ ഞാൻ സ്പർശിച്ചു. അവൻ്റെ ജീവൻ ഈ കാടിനോട് വിട പറഞ്ഞിരിക്കുന്നു. എൻ്റെ മനസ്സിൽ വലിയൊരു സങ്കടം തോന്നി. പ്രകൃതിയുടെ വലിയൊരു സൃഷ്ടിയെയാണ് ഞാനിപ്പോൾ ഇല്ലാതാക്കിയത്. എന്നാൽ ഗ്രാമത്തിലുള്ള 100 കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഒരു വേട്ടക്കാരനും അനുഭവിക്കുന്ന വല്ലാത്തൊരു കുറ്റബോധം അവിടെ എനിക്കും തോന്നി. ഞാൻ എൻ്റെ തൊപ്പിയൂറി ആ വലിയ മൃഗത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. എൻ്റെ ദൗത്യം വിജയകരമായി അവസാനിച്ചിരിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചു. വൈകുന്നേരത്തോടെ ഞാൻ രുദ്രപൂർ ഗ്രാമത്തിലേക്ക് തിരികെ നടന്നു. ദൂരെ വെടിയൊച്ച കേട്ടതു മുതൽ ഗ്രാമവാസികൾ വലിയ ആകാംക്ഷയിലായിരുന്നു. ഞാൻ തിരികെ വരുന്നത് കണ്ടപ്പോൾ അവർ ഓടിക്കൂടി. കാട്ടാനയെ ഞാൻ കൊന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ആ ഗ്രാമം വലിയൊരു ഉത്സവപ്പറമ്പായി മാറി. സ്ത്രീകൾ സന്തോഷം കൊണ്ട് കരഞ്ഞു. കുട്ടികൾ എൻ്റെ ചുറ്റും കൂടി പാട്ടുപാടി നൃത്തം ചെയ്തു. ഗ്രാമത്തലവൻ എൻ്റെ കൈകൾ പിടിച്ച് നിറകണ്ണുകളോടെ നന്ദി പറഞ്ഞു. അന്ന് രാത്രി ഗ്രാമത്തിൽ വലിയ ആഘോഷമായിരുന്നു. വിരുന്നും പാട്ടുകളുമായി അവർ അവരുടെ സന്തോഷം പങ്കുവച്ചു. നാളെ രാവിലെ കാട്ടിൽ പോയി ആനയുടെ കൊമ്പുകൾ ഗവൺമെൻറ്റിന് കൈമാറാൻ വെട്ടിയെടുക്കണമെന്ന് ഞാൻ ഗ്രാമത്തലവനോട് പറഞ്ഞു.
എൻ്റെ വലിയൊരു ഉത്തരവാദിത്തം കഴിഞ്ഞതിൻ്റെ സമാധാനത്തിൽ മാസങ്ങൾക്ക് ശേഷം ഞാൻ വളരെ സ്വസ്ഥമായി അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നു. എന്നാൽ കാട് എന്നെ നോക്കി പല്ലിളിക്കുകയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പ്രകൃതി എനിക്കായി കാത്തുവച്ച ഏറ്റവും വലിയ ഞെട്ടൽ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കൊന്നത് യഥാർത്ഥ കൊലയാളിയെ ആയിരുന്നില്ല എന്ന വലിയ സത്യം. ആ വാക്കുകൾ അവിടെ നിന്നവരിൽ ഒരു വലിയ ബോംബ് പൊട്ടിയതുപോലെയാണ് അനുഭവപ്പെട്ടത്. ഗ്രാമീണർ പരസ്പരം നോക്കി. അവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ കൊന്നത് ഏത് ആനയെയാണെന്ന് ചോദിക്കാൻ പോലുമുള്ള ധൈര്യം അപ്പോൾ ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നെ വിശ്വസിച്ച് കാട്ടിലേക്ക് വന്നവർ വല്ലാത്തൊരു ഭയത്തിലേക്ക് വീണുപോയിരുന്നു. ഞാൻ ഒട്ടും സമയം കളയാതെ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞോടാൻ തുടങ്ങി. എൻ്റെ പിന്നാലെ വലിയ കിതപ്പോടെ ഗ്രാമത്തലവനും മറ്റുള്ളവരും ഓടി. എൻ്റെ നെഞ്ചിരിപ്പ് വളരെ വേഗത്തിലായിരുന്നു. ഞാൻ ചെയ്ത വലിയൊരു തെറ്റിൻ്റെ ഭാരം എന്നെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ ഹൃദയം ശരിക്കും തകർക്കുന്നതായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഗോതമ്പ് പാടം ഒരു വലിയ യുദ്ധം കഴിഞ്ഞതുപോലെ നശിച്ചു കിടക്കുന്നു. അതിനടുത്തായി ഉണ്ടായിരുന്ന ഒരു ചെറിയ കുടിൽ പൂർണ്ണമായും നിലംപരിശാക്കപ്പെട്ടിരിക്കുന്നു. മണ്ണും വൈക്കോലും കൊണ്ടുള്ള ആ ചെറിയ വീട് വലിയ കാലുകൾ കൊണ്ട് ചവിട്ടി അരച്ച നിലയിലായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം ആ കർഷകൻ വീടിൻ്റെ പുറകിലുള്ള ഒരു ചെറിയ കനാലിലേക്ക് എടുത്തു ചാടി ജീവൻ രക്ഷിച്ചു. അയാൾ ഭയം കാരണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൺമുന്നിൽ കണ്ട ആ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണക്കാരൻ ഞാൻ മാത്രമാണെന്ന് എൻ്റെ ഉള്ള് പറയുന്നുണ്ടായിരുന്നു. ഞാൻ വേഗത്തിൽ അവിടെ മണ്ണിൽ പതിഞ്ഞ ആനയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചു. എൻ്റെ ഊഹം 100% ശരിയാണ്. വലത്തെ മുമുൻകാലിന് ചെറിയ കോട്ടമുള്ള അതിഭീമനായ ആ യഥാർത്ഥ കൊലയാളി. അവൻ ഈ പാടത്ത് വന്ന സമയത്താണ് കാടിൻ്റെ മറ്റൊരു ഭാഗത്ത് ഞാൻ ആ നിരപരാധിയായ മൃഗത്തെ വെടിവെച്ച് വീഴ്ത്തിയത്. എൻ്റെ അഹങ്കാരവും അശ്രദ്ധയുമാണ് മറ്റൊരു വലിയ ദുരന്തത്തിലേക്ക് ഈ ഗ്രാമത്തെ തള്ളിവിട്ടത്. ആ പാവം ജീവിയെ കൊന്നതിൻ്റെ വലിയ പാപം എൻ്റെ തോക്കിൽ പറ്റിയിരിക്കുന്നു. അത് കഴുകിക്കളയണമെങ്കിൽ, ഈ ഗ്രാമത്തിന് ഇനി സമാധാനമായി ഉറങ്ങണമെങ്കിൽ, ഈ യഥാർത്ഥ ശത്രുവിനെ ഇന്ന് തന്നെ ഈ കാട്ടിൽ വെച്ച് ഞാൻ വീഴ്ത്തിയേ മതിയാകും. ഞാൻ ഗ്രാമത്തലവനായ രാംസിംഗിനോട് വളരെ കർശനമായി പറഞ്ഞു. ഗ്രാമത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും ഉടൻ തന്നെ വലിയ ഇഷ്ടിക കൊണ്ട് പണിത ക്ഷേത്രത്തിനുള്ളിലേക്ക് മാറ്റുക. വാതിലുകൾ ഭദ്രമായി അടക്കുക. ഈ പകൽ വെളിച്ചത്തിൽ ആരും തന്നെ പുറത്തിറങ്ങരുത്. ഇതൊരു സാധാരണ മൃഗമല്ല, കൊടിയ ബുദ്ധിയുള്ള ഒരു യഥാർത്ഥ കൊലയാളിയാണ്. ഗ്രാമവാസികൾ എല്ലാവരും ഭയത്തോടെ ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി. ഞാൻ തോക്കിൽ പുതിയ ഈയ വെടിയുണ്ടകൾ നിറച്ചു. ചെളിയിൽ പതിഞ്ഞ ആ ഭീമൻ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞാൻ വീണ്ടും ആ കൊടുങ്കാട്ടിലേക്ക് ഇറങ്ങി. എന്നാൽ ഇത്തവണ എൻ്റെ ശത്രു പോയത് വലിയ സാൽമരങ്ങൾ നിൽക്കുന്ന കാടിൻ്റെ ഉള്ളിലേക്കായിരുന്നില്ല. പകരം അതിർത്തിയിലെ വലിയ ചതുപ്പുകൾ നിറഞ്ഞ ആനപ്പുല്ലുകൾ അതിർത്തിയില്ലാത്തത്ര ദൂരത്തിൽ വളർന്നു നിൽക്കുന്ന വിശാലമായ ടെറായ് പുൽമേടുകളിലേക്കാണ് അവൻ നടന്നുപോയത്. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് ഇതിലും ഭയാനകമായ മറ്റൊരു സ്ഥലമില്ല. ഒരാൾപ്പൊക്കത്തിന് മുകളിൽ, അതായത് 8-10 അടി ഉയരത്തിൽ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വലിയ ആനപ്പുല്ലുകൾ. ഒരു കടൽ പോലെ കിടക്കുന്ന ആ പുൽമേട്ടിലേക്ക് കയറിയാൽ തൊട്ടുമുന്നിൽ നിൽക്കുന്നത് എന്താണെന്ന് പോലും കാണാൻ കഴിയില്ല. ചതുപ്പിലെ ചെളിയിൽ എൻ്റെ കാലുകൾ ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ഉരകഗന്ധവും ചീഞ്ഞ ഇലകളുടെ മണവും ആ ചതുപ്പിലുണ്ടായിരുന്നു. കൊടും ചൂടിൽ പുല്ലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ എൻ്റെ ശരീരം വിയർത്തൊലിച്ചു. ആന നടന്നു പോയ വഴി വലിയൊരു വാഹനം പോയതുപോലെ പുല്ലുകൾ ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റപ്പെട്ട് കിടന്നിരുന്നു. ആ വലിയ വഴിയിലൂടെ അവനെ പിന്തുടർന്ന് നടക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. കാരണം ആ വലിയ മൃഗം ആ പുല്ലുകൾക്കിടയിൽ എവിടെയെങ്കിലും പതിയിരിപ്പുണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയും അവിടെ ഉണ്ടാകില്ല. കാഴ്ച പൂർണ്ണമായി മറഞ്ഞ ആ ചതുപ്പിൽ എൻ്റെ തോക്ക് ഒന്നുയർത്താൻ പോലുമുള്ള സമയം എനിക്ക് ലഭിക്കില്ല. അതിനാൽ ഞാൻ അവൻ പോയ വഴിയിലൂടെ നടക്കാതെ കാറ്റിൻ്റെ ഗതി നോക്കി പുല്ലുകൾക്കിടയിലൂടെ മറ്റൊരു വഴിവെട്ടി പതിയെ നടക്കാൻ തുടങ്ങി. ഓരോ ചുവട് വെക്കുമ്പോഴും ഞാൻ ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ആനകൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. മനുഷ്യർ തങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായാൽ അവർ നേരെ നടക്കുന്നത് പെട്ടെന്ന് നിർത്തും. പകരം അവർ കാട്ടിലൂടെ വലിയൊരു വൃത്തത്തിൽ നടന്ന് നമ്മൾ വരുന്ന അതേ വഴിയിൽ നമുക്ക് പുറകിലായി വന്ന് ഒളിഞ്ചിരിക്കും. വേട്ടക്കാരൻ പെട്ടെന്ന് ഇരയായി മാറുന്ന ആ ഭയാനകമായ തന്ത്രം വളരെ അപകടമാണ്. ഞാൻ വലിയ പുല്ലുകൾ വകഞ്ഞു മാറ്റി അവൻ പോയ വഴിയുടെ ദിശ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഭയം അവിടെ സത്യമായി തീരുകയാണ് എന്നെനിക്ക് തോന്നിത്തുടങ്ങി. നേരെ പോയിക്കൊണ്ടിരുന്ന ആനയുടെ കാൽപ്പാടുകൾ
പതുക്കെ ദിശ മാറി തുടങ്ങിയിരിക്കുന്നു. അവൻ എന്നെ വട്ടം ചുറ്റാൻ ശ്രമിക്കുകയാണ്. ഈ ചതുപ്പിൽ കാറ്റിൻ്റെ ഗതി എങ്ങോട്ടാണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വലിയ പുല്ലുകൾക്കിടയിൽ കാറ്റ് പടദിശയിലായി ചുറ്റിത്തിരിയുകയായിരുന്നു. ഞാനൊരു നിമിഷം അവിടെ നിശ്ചലനായി നിന്നു. എൻ്റെ ശ്വാസത്തിലെ ശബ്ദം പോലും ഞാൻ നിയന്ത്രിച്ചു. പെട്ടെന്ന് ആ പുൽമേട്ടിലെ വലിയ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ദൂരെ നിന്ന് ഒരു നേർത്ത ശബ്ദം ഞാൻ കേട്ടു. അത് മരച്ചില്ലകൾ ഒടിയുന്ന ശബ്ദമായിരുന്നില്ല. ഭൂമിക്കടിയിൽ നിന്നും വരുന്നതുപോലെയുള്ള വളരെ ചെറിയൊരു മുഴക്കം. ആനകൾക്ക് ദേഷ്യം വരുമ്പോഴോ ശത്രുക്കളെ ഭയപ്പെടുത്താനോ അവർ തൊണ്ടയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ആ ഭയാനകമായ കുറുകൽ ശബ്ദം. ആ വലിയ മുഴക്കം എൻ്റെ കാലുകൾക്കടിയിലെ ചതുപ്പു മണ്ണിലൂടെ എനിക്ക് കൃത്യമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ വായുവിൽ കാട്ടാനയുടെ ശരീരത്തിൻ്റെ വല്ലാത്തൊരു രൂക്ഷഗന്ധം വലിയൊരു തിരമാല പോലെ പടർന്നു. എൻ്റെ ശരീരമാകെ ഒരു കൊടും തണുപ്പ് വന്ന് മൂടുന്നതുപോലെ എനിക്ക് തോന്നി. അവൻ എന്നെ ഭയന്ന് ഓടിപ്പോകുകയായിരുന്നില്ല. ആ വലിയ പുല്ലുകൾക്കിടയിൽ എനിക്ക് കാണാൻ കഴിയാത്ത ഏതോ ഒരു മറവിൽ എന്നെയും കാത്ത് അവൻ നിൽപ്പുണ്ട്. എൻ്റെ ഓരോ അനക്കവും അവൻ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. എൻ്റെ വിരലുകൾ തോക്കിൻ്റെ കാഞ്ചിയിൽ പൂർണ്ണമായി മുറുകി. ഞാൻ ശ്വാസമടക്കി പിടിച്ച് ആ വലിയ പുല്ലുകൾക്കിടയിലെ അന്ധകാരത്തിലേക്ക് കണ്ണുകൾ നട്ടു. ഏതൊരു നിമിഷവും അവൻ എൻ്റെ നേർക്ക് പാഞ്ഞെടുക്കാം. ഈ ചതുപ്പിൽ ആര് ജീവിക്കണമെന്ന് പ്രകൃതി തീരുമാനിക്കുന്ന ആ വലിയ നിമിഷത്തിനായി ഞാൻ കാത്തുനിന്നു. ആ വലിയ ആനപ്പുല്ലുകൾക്കിടയിൽ ഞാൻ ശ്വാസമടക്കി പിടിച്ചു നിന്നു. വിയർപ്പ് തുള്ളികൾ എൻ്റെ നെറ്റിയിലൂടെ കണ്ണുകളിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള ആ വലിയ പുൽക്കൊടികൾ നേരിയ കാറ്റിൽ ആടിയുലഞ്ഞു. എവിടെ നിന്നാണ് ആക്രമണമുണ്ടാകുക എന്ന് പ്രവചിക്കാൻ കഴിയില്ല. കാടിൻ്റെ ഈ ഭാഗത്ത് കാഴ്ചയേക്കാൾ കേൾവിയും ഗന്ധവുമാണ് ഒരു വേട്ടക്കാരനെ സഹായിക്കുന്നത്. എൻ്റെ ചുറ്റും ഒരു മരണക്കിണറൊടുക്കി ആ ഭീകരൻ എവിടെയോ കാത്തുനിൽപ്പുണ്ട്. പെട്ടെന്ന് എൻ്റെ വലതുഭാഗത്ത് വളരെ അടുത്തായി വലിയ പുല്ലുകൾ അതിശക്തമായി വകഞ്ഞു മാറ്റപ്പെടുന്ന ശബ്ദം ഞാൻ കേട്ടു. അതൊരു കാറ്റ് വീശുന്ന ശബ്ദമായിരുന്നില്ല, മറിച്ച് വലിയൊരു കൊടുങ്കാറ്റ് കാടിനെ നശിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നു. നിമിഷങ്ങൾക്കകം ഭൂമി മുഴുവൻ അതിശക്തമായി കുലുങ്ങാൻ തുടങ്ങി. എൻ്റെ നെഞ്ചിരിപ്പ് നിലച്ചു പോകുന്നത് പോലെ തോന്നി. ഞാൻ റൈഫിൾ ആ ഭാഗത്തേക്ക് തിരിക്കുന്നതിന് മുൻപ് തന്നെ ആ വലിയ പുല്ലുകളുടെ ഇരുണ്ട മതിലുകൾ തകർത്ത് അവൻ എൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. ഒരു കറുത്ത വലിയ പർവ്വതം എൻ്റെ മേലേക്ക് ഇടിഞ്ഞു വീഴുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവൻ്റെ വലിയ ചെവികൾ മുന്നോട്ട് വിടർത്തിപ്പിടിച്ചിരുന്നു. തുമ്പിക്കൈ നെഞ്ചിനോട് ചേർത്ത് പൂർണ്ണമായും ചുരുട്ടിവെച്ചിരുന്നു. കൂർത്ത കൊമ്പുകൾ എനിക്ക് നേരെ നീണ്ടിരുന്നു. ഒരു ഇരയെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്ന കൊലകൊമ്പന്മാരുടെ യഥാർത്ഥ രീതിയാണത്. തൻ്റെ ശത്രുവിനെ കൊമ്പിൽ കോർത്ത് വായുവിലേക്ക് വലിച്ചെറിയാൻ അവൻ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. കാതടപ്പിക്കുന്ന ഭയാനകമായ ഒരു ചിഹ്നം വിളി ആ പുൽമേട്ടിലാകെ മുഴങ്ങി. ആ ശബ്ദത്തിൻ്റെ ആഘാതത്തിൽ എൻ്റെ കാതുകൾ അടഞ്ഞുപോയി. എനിക്ക് കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ ഒരു സെക്കൻഡ് പോലും സമയമുണ്ടായിരുന്നില്ല. എൻ്റെ തോക്കിൻ്റെ ബാരൽ അവൻ്റെ നേർക്ക് തിരിഞ്ഞ ആ ചെറിയ നിമിഷത്തിൽ ഞാൻ കാഞ്ചി അതിശക്തമായി വലിച്ചു. വലിയൊരു തീപ്പൊരിയോടെ എൻ്റെ ഇരട്ടക്കുഴൽ തോക്കിൽ നിന്നും വെടിയുണ്ട പുറത്തേക്ക് തെറിച്ചു. ആ ഭയാനകമായ ശബ്ദം ചതുപ്പിൽ വലിയൊരു മാറ്റുലിയുണ്ടാക്കി. എന്നാൽ ആ വെടിയുണ്ട അവൻ്റെ മർമ്മസ്ഥാനത്തല്ല കൊണ്ടത് എന്നെനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അവൻ്റെ വലിയ തലയോട്ടിയിലെ കട്ടിയുള്ള തൊലിയിൽ തട്ടി അത് തെറിച്ചു പോയിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ വലിയ കൊമ്പുകളിൽ ഒന്നിൽ ഉരസിപ്പോയിരിക്കണം. ആ ചെറിയ ആഘാതത്തിൽ അവൻ്റെ വേഗത ഒന്ന് കുറഞ്ഞു. വലിയൊരു വേദനയോടെ അവൻ പെട്ടെന്ന് തലവെട്ടിത്തിരിച്ചു. ആ ഒരൊറ്റ സെക്കൻഡ് മാത്രമാണ് എൻ്റെ ജീവൻ അവിടെ രക്ഷിച്ചത്. ഞാൻ എൻ്റെ സർവ്വശക്തിയുമെടുത്ത് ആ ചതുപ്പിലെ ചെലയിലേക്ക് വശത്തേക്ക് എടുത്തു ചാടി. എൻ്റെ ശരീരത്തിന് തൊട്ടുമുകളിലൂടെ ഒരു വലിയ കാറ്റ് വീശുന്നതുപോലെ അവൻ വലിയ വേഗതയിൽ പാഞ്ഞുപോയി. അവൻ്റെ ഭീമാകാരമായ കാലുകൾ എൻ്റെ തലയ്ക്ക് തൊട്ടരികിലാണ് മണ്ണിൽ പതിച്ചത്. ചതുപ്പിലെ ചെളിയും വെള്ളവും എൻ്റെ മുഖത്തേക്ക് അതിശക്തമായി തെറിച്ചു. ഞാൻ ചെളിമണ്ണിലേക്ക് വലിയ ശബ്ദത്തോടെ വീണു. എൻ്റെ മുഖവും വസ്ത്രങ്ങളും പൂർണ്ണമായും ചെളിയിൽ മൂടിയിരുന്നു. ഏറ്റവും വലിയ അപകടം അവിടെയാണ് സംഭവിച്ചത്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ എൻ്റെ വലിയ തോക്ക് എൻ്റെ കൈകളിൽ നിന്നും തെറിച്ചുപോയി ആ ചതുപ്പിലെ ചെളിയിൽ പൂർണ്ണമായും പൂണ്ടുപോയിരുന്നു. എനിക്ക് ചുറ്റും ചെളി മാത്രമായിരുന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ചതുപ്പിലെ മണ്ണ് എന്നെ താഴേക്ക് വലിക്കുകയായിരുന്നു. എൻ്റെ ഹൃദയം തൊണ്ടയിലേക്ക് വന്നതുപോലെ എനിക്ക് തോന്നി.
ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് ആയുധം നഷ്ടപ്പെടുക എന്നത് മരണത്തിന് കീഴടങ്ങുന്നതിന് തുല്യമാണ്. അവൻ അധിക ദൂരം പോയിരുന്നില്ല. തൻ്റെ ഇര ചവിട്ടി അരയ്ക്കപ്പെട്ടില്ല എന്ന് ആ ബുദ്ധിമാനായ മൃഗത്തിന് കൃത്യമായി മനസ്സിലായി. കുറച്ചു ദൂരത്തിൽ അവൻ പെട്ടെന്ന് നിന്നു. വലിയ ചവിട്ടടികളോടെ അവൻ വീണ്ടും എൻ്റെ നേർക്ക് തിരിയുന്ന ശബ്ദം ആ പുല്ലുകൾക്കിടയിലൂടെ ഞാൻ കേട്ടു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവൻ വീണ്ടും രണ്ടാമത്തെ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല. ചതുപ്പിലെ ചെളിയിൽ പുതഞ്ഞുപോയ തോക്ക് തപ്പിയെടുക്കാൻ എനിക്ക് സമയമില്ല. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും കഴിയില്ല. കാടിൻ്റെ നിയമം അവിടെ എന്നെ പൂർണ്ണമായും തോൽപ്പിക്കുകയായിരുന്നു. എൻ്റെ മരണം എൻ്റെ കൺമുന്നിൽ വീണ്ടും ഒരു വലിയ ഇരുണ്ട രൂപമായി പാഞ്ഞെടുക്കുകയാണ്. ഇത്തവണ അവന് യാതൊരു പിഴവും സംഭവിക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എണ്ണാൻ തുടങ്ങി. പ്രകൃതി അതിൻ്റെ കണക്കുകൾ തീർക്കാൻ എൻ്റെ നേർക്ക് നടന്നു വരികയായിരുന്നു. എൻ്റെ മരണം എന്നെ ചവിട്ടി അരയ്ക്കാനായി പാഞ്ഞെടുക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ചെളിയിൽ പുതഞ്ഞുപോയ എൻ്റെ കാലുകൾ പിൻവലിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആ ഭീമൻ കൊലയാളി എൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ശബ്ദം ഓരോ സെക്കൻഡിലും വലുതായിക്കൊണ്ടിരുന്നു. ആയുധമില്ലാതെ, സഹായത്തിന് ആരുമില്ലാതെ ഞാൻ ആ ചതുപ്പിൽ കിടന്ന് മരണത്തെ കാത്തുകിടന്നു. എൻ്റെ ഹൃദയമിടിപ്പ് ഞാൻ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വലിയ ചതുപ്പിലെ സമാധാനം പൂർണ്ണമായും തകർക്കപ്പെട്ടുകൊണ്ട് പ്രകൃതി എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി. എൻ്റെ ലക്ഷ്യം തെറ്റിപ്പോയ ആ ആദ്യത്തെ വെടിയൊച്ച ആ പുൽമേട്ടിൽ വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അത് കേട്ട് ഭയന്ന മറ്റെന്തോ ഒന്ന് ആ വലിയ പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. എൻ്റെ ജീവൻ രക്ഷിക്കാനായി കാട് തന്നെ ഒരുക്കിയ വലിയൊരു തടസ്സം. ആന പാഞ്ഞു വരുന്ന ദിശയിൽ നിന്നും ഭയാനകമായ മറ്റൊരു ഗർജനം അവിടെ മുഴങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ശബ്ദം. കാടിൻ്റെ യഥാർത്ഥ രാജാവായ ഒരു കടുവയുടെ അതിശക്തമായ അലർച്ച. അതൊരു സാധാരണ കടുവയായിരുന്നില്ല. ഈ ടെറായ് ചതുപ്പുകളിൽ മാത്രം കാണുന്ന അതിഭീമനായ ഒരു ആൺകടുവ. അവന് ഇരതേടാനുള്ള സമയമായിരുന്നില്ല അത്. എൻ്റെ വെടിയൊച്ച കേട്ട് അവൻ ആ പുല്ലുകൾക്കിടയിൽ തൻ്റെ ഇരയെ ഉപേക്ഷിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കൊടിയ കോപത്തോടെ പാഞ്ഞു വന്ന കാട്ടാന അവനെ പൂർണ്ണമായും മറികടന്നാണ് എൻ്റെ നേർക്ക് വന്നുകൊണ്ടിരുന്നത്. തൻ്റെ ഒളിത്താവളത്തിലേക്ക് അതിക്രമിച്ചു കയറിയ ആനയെ കണ്ടതും കടുവ പൂർണ്ണമായും പ്രകോപിതനായി. വലിയൊരു സ്പ്രിങ് പോലെ അവൻ തൻ്റെ ശരീരമുയർത്തി കാട്ടാനയുടെ നേർക്ക് വലിയൊരു അലർച്ചയോട് ചാടി വീണു. വലിയ പുല്ലുകൾക്കിടയിൽ അതൊരു മഹാപോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. രണ്ട് കൊടും ഭീകരന്മാർ തമ്മിലുള്ള ഒരു യഥാർത്ഥ ജീവൻ മരണ പോരാട്ടം. ആനയുടെ മുൻകാലുകളിൽ കടുവയുടെ വലിയ നഖങ്ങൾ ആഴ്ന്നിറങ്ങി. വലിയൊരു വേദനയോടെ ആന തൻ്റെ തുമ്പിക്കൈ ആകാശത്തേക്കുയർത്തി അതിശക്തമായി ചിഹ്നം വിളിച്ചു. എൻ്റെ മരണം ആ ഒരൊറ്റ നിമിഷത്തിൽ എൻ്റെ കൺമുന്നിൽ നിന്നും പടിമാറിപ്പോയി. കടുവയുടെ ആക്രമണം കാട്ടാനയുടെ ശ്രദ്ധ പൂർണ്ണമായും എന്നിൽ നിന്നും മാറ്റിയിരുന്നു. അവൻ തൻ്റെ പുതിയ ശത്രുവിനെ കൊമ്പിൽ കോർക്കാനായി തല അതിശക്തമായി കുടഞ്ഞു. എനിക്ക് കിട്ടിയ ആ വലിയ അവസരം ഞാൻ വെറുതെ കളഞ്ഞില്ല. എൻ്റെ ശരീരത്തിൽ അവശേഷിച്ചിരുന്ന അവസാനത്തെ ഊർജവും സംഭരിച്ച് ഞാൻ ചെളിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എൻ്റെ വിറയ്ക്കുന്ന കൈകൾ ചതുപ്പിലെ ആഴത്തിലേക്ക് ഞാൻ പൂഴ്ത്തി. ഭാഗ്യം എനിക്കൊപ്പമായിരുന്നു. ചെളിയിൽ തണുത്തുറഞ്ഞ എൻ്റെ ഇരട്ടക്കുഴൽ തോക്കിൻ്റെ ബാരൽ എൻ്റെ വിരലുകളിൽ തറഞ്ഞു. ഞാൻ അതിശക്തമായി ആ വലിയ ആയുധം വലിച്ചെടുത്തു. തോക്കിൻ്റെ ഉള്ളിലേക്ക് ചെളി കയറിയിരുന്നില്ല. എന്നാൽ പുറത്ത് പൂർണ്ണമായും ചെളിയായിരുന്നു. മുഴുവൻ സമയവും ആ വലിയ പുല്ലുകൾക്കിടയിലെ പോരാട്ടത്തിൻ്റെ ഭയാനകമായ ശബ്ദം അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. കടുവയുടെ ഗർജനവും ആനയുടെ ചിഹ്നം വിളിയും ആ കാടിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. ഞാൻ പതുക്കെ പുറകോട്ട് മാറി അടുത്തുള്ള ഒരു വലിയ മരത്തിൻ്റെ മറവിലേക്ക് ഓടി ഒളിച്ചു. എൻ്റെ തോക്ക് ഞാൻ എൻ്റെ വസ്ത്രം കൊണ്ട് വേഗത്തിൽ തുടച്ചു വെടിപ്പാക്കി. ഈയ വെടിയുണ്ടകൾ അവിടെ ഭദ്രമായി ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും എൻ്റെ ലക്ഷ്യം ഉറപ്പിക്കാൻ തയ്യാറെടുത്തു. ആ വലിയ മൃഗങ്ങൾ പരസ്പരം കൊലവിളി നടത്തുമ്പോൾ എനിക്ക് കൃത്യമായ ഒരു അവസരത്തിനായി കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം കടുവയുടെ ശബ്ദം പതുക്കെ കുറഞ്ഞു വന്നു. എത്ര വലിയ കടുവയായാലും ഒരു കാട്ടാനയുടെ കരുത്തിന് മുൻപിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആനയുടെ കൊമ്പുകളുടെ ഒരൊറ്റ കുത്തുമതി കടുവയുടെ ജീവൻ പോകാൻ. പെട്ടെന്ന് ഒരു വലിയ അലർച്ചയോടെ കടുവ ആ പുല്ലുകൾക്കിടയിൽ നിന്നും ഓടിമറയുന്ന ശബ്ദം ഞാൻ കേട്ടു. ആന തൻ്റെ ശത്രുവിനെ ഓടിച്ചു വിട്ടിരിക്കുന്നു. എന്നാൽ കടുവയുടെ നഖങ്ങളേൽപ്പിച്ച മുറിവുകൾ ആ വലിയ മൃഗത്തെ പൂർണ്ണമായും ഭ്രാന്തനാക്കിയിരുന്നു. അവൻ അവിടെ നിന്ന് ചുറ്റും നോക്കി.
തൻ്റെ യഥാർത്ഥ ശത്രുവായ എന്നെ അവൻ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. അവൻ്റെ ചുവന്ന കണ്ണുകൾ കൊടിയ കോപത്തോടെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും വായുവിലേക്ക് തുമ്പിക്കൈ ഉയർത്തി എൻ്റെ ഗന്ധം പിടിക്കാൻ ശ്രമിച്ചു. ഇത്തവണ ഞാൻ വളരെ സുരക്ഷിതമായൊരു സ്ഥാനത്താണ് നിന്നിരുന്നത്. കാട്ടി വീശുന്നത് എൻ്റെ മുഖത്തേക്കാണ്. എൻ്റെ ഗന്ധം അവനിലേക്കെത്തില്ല. എന്നാൽ അവൻ എൻ്റെ വളരെ അടുത്താണ്. അവന് എൻ്റെ ചെറിയ അനക്കം പോലും കേൾക്കാൻ കഴിയും. അവൻ വീണ്ടും ആ വലിയ മുൻകാലുകൾ ഉയർത്തി ചതുപ്പിലേക്ക് വച്ച് പതുക്കെ നടക്കാൻ തുടങ്ങി. ഓരോ ചുവടുവെപ്പിലും വലിയ ശബ്ദം അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഞാൻ തോക്ക് തോളിലേക്ക് വെച്ചു. വിരലുകൾ കാഞ്ചിയിൽ അമർത്തി. ഇത്തവണ യാതൊരു പിഴവും സംഭവിക്കില്ല എന്ന് ഞാൻ എനിക്ക് തന്നെ ഉറപ്പു നൽകി. ഞാൻ ശ്വാസമടക്കി പിടിച്ച് ആ വലിയ ഇരുണ്ട രൂപം എൻ്റെ ലക്ഷ്യത്തിലേക്ക് വരുന്നത് നോക്കി നിന്നു. ചതുപ്പിലെ ആ വലിയ മരത്തിന് പിന്നിൽ ഞാനൊരു ശില പോലെ നിന്നു. എൻ്റെ ശ്വാസകോശം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. കടുവയുമായുള്ള പോരാട്ടത്തിൽ ആനയ്ക്ക് നല്ലപോലെ പരിക്കേറ്റിരുന്നു. അതിൻ്റെ മുൻകാലുകളിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്നത് ദൂരെ നിന്ന് തന്നെ എനിക്ക് കാണാമായിരുന്നു. ആ വേദന അവനെ കൂടുതൽ അപകടകാരിയാക്കി. വലിയ ആനപ്പുല്ലുകളെ തൻ്റെ തുമ്പിക്കൈകൊണ്ട് അവൻ ദേഷ്യത്തോടെ പറിച്ച് ദൂരേക്ക് എറിയുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും എന്നെ കണ്ടുപിടിച്ച് ചവിട്ടി അരയ്ക്കണം എന്ന കൊടിയ വാശി ആ ചെറിയ കണ്ണുകളിൽ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ തോക്കിൻ്റെ ബാരൽ മരത്തടിയിൽ ഉറപ്പിച്ചു വെച്ചു. എൻ്റെ കൈകൾ ഇനി വിറക്കാൻ പാടില്ല. ജീവനും മരണത്തിനുമിടയിലുള്ള ആ നേർത്ത നൂൽപാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാറ്റിൻ്റെ ഗതി എനിക്ക് അനുകൂലമായിരുന്നെങ്കിലും അവൻ പതിയെ ഞാൻ നിൽക്കുന്ന മരത്തിനടുത്തേക്ക് നടന്നെടുത്തു. ഓരോ ചുവടുവെപ്പും ഭൂമിയെ കുലുക്കുന്നുണ്ടായിരുന്നു. ദൂരം പതിയെ കുറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ പുൽമേട്ടിലെ കാറ്റ് പൂർണ്ണമായും നിലച്ചു. വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദത അവിടെ പരന്നു. ആ നിമിഷം അവൻ പെട്ടെന്ന് നിന്നു. എന്തോ ഒന്ന് അവന് സംശയം തോന്നിയിരിക്കുന്നു. അവൻ തൻ്റെ വലിയ ചെവികൾ മുന്നോട്ട് കൂർപ്പിച്ചു. പതുക്കെ ഭയാനകമായ ആ വലിയ തല എൻ്റെ നേർക്ക് തിരിച്ചു. ആ കൊലയാളിയും ഞാനും തമ്മിൽ വീണ്ടും മുഖാമുഖം. ഇത്തവണ അവനും എനിക്കുമിടയിൽ വലിയ പുല്ലുകളുടെ മറവില്ലായിരുന്നു. അവൻ്റെ കണ്ണുകൾ എന്നെ കൃത്യമായി കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. അവൻ എന്നെ കണ്ടതും ആ വലിയ തുമ്പിക്കൈ വീണ്ടും വായുവിലേക്ക് ഉയർന്നു. എന്നാൽ ആ ഭയാനകമായ ചിഹ്നം വിളി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ വിരലുകൾ തോക്കിൻ്റെ കാഞ്ചിയിൽ അതിശക്തമായി അമർന്നിരുന്നു. ഇത്തവണ ലക്ഷ്യം പൂർണ്ണമായും കൃത്യമായിരുന്നു. അവൻ്റെ ഇടത്തെ കണ്ണിനും ചെവിക്കുമിടയിലുള്ള ആ ചെറിയ മർമ്മസ്ഥാനം. കാതടപ്പിക്കുന്ന വെടിയൊച്ച ആ ചതുപ്പിലാകെ വലിയൊരു ഇടിമുഴക്കം പോലെ മുഴങ്ങി. തോക്കിൽ നിന്നുള്ള വലിയ തീപ്പൊരിയും പുകയും എൻ്റെ കാഴ്ചയെ ഒരു നിമിഷം മറച്ചു. എൻ്റെ തോളൻ്റെ തകരുന്നതുപോലെയുള്ള ആഘാതം തോക്കിൽ നിന്നുമുണ്ടായി. ഭാരമേറിയ ആ ഈയ വെടിയുണ്ട അവൻ്റെ കട്ടിയുള്ള തലയോട്ടി കൃത്യമായി തുളച്ചു കയറി മസ്തിഷ്കത്തെ തകർത്തു കഴിഞ്ഞിരുന്നു. പ്രകൃതിയുടെ വലിയൊരു സൃഷ്ടി, ജീവൻ വെടിയുന്ന ആ വലിയ നിമിഷം. യാതൊരു ശബ്ദവും പുറപ്പെടുവിക്കാതെ വലിയൊരു പർവ്വതം താഴേക്ക് പതിക്കുന്നത് പോലെ ആ ഭീമാകാരനായ കൊലകൊമ്പൻ തൻ്റെ മുൻകാലുകൾ മടക്കി താഴേക്ക് വീണു. ചതുപ്പിലെ ചെളിമണ്ണിലേക്ക് അവൻ്റെ ഭീമമായ ശരീരം പതിച്ചപ്പോഴുണ്ടായ വലിയ ശബ്ദം കിലോമീറ്ററുകളോളം ദൂരേക്ക് കേൾക്കാമായിരുന്നു. ചെളിവെള്ളം വലിയൊരു തിരമാല പോലെ വായുവിലേക്ക് തെറിച്ചു. ചുറ്റുമുള്ള പുല്ലുകൾ പൂർണ്ണമായും തകർന്നു വീണു. അവൻ നിലത്ത് കിടന്ന് അവസാനമായി അതിശക്തമായി ഒന്ന് പിടഞ്ഞു. പിന്നെ ആ വലിയ ശരീരം പൂർണ്ണമായും നിശ്ചലമായി. തോക്കിൽ വേഗത്തിൽ പുതിയ തിരകൾ നിറച്ച് ഞാൻ കുറച്ചുനേരം അവിടെ തന്നെ അനങ്ങാതെ നിന്നു. അവൻ മരിച്ചുവെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുവരുത്തണമായിരുന്നു. മിനിറ്റുകൾ കഴിഞ്ഞിട്ടും യാതൊരു അനക്കവുമില്ലെന്ന് കണ്ടപ്പോൾ പതുക്കെ ഞാൻ മരത്തിന് പിന്നിൽ നിന്നും പുറത്തേക്ക് വന്നു. കാൽമുട്ടോളം താഴ്ന്നു പോകുന്ന ചെളിയിലൂടെ നടന്ന് ഞാൻ ആ വലിയ മൃഗത്തിനടുത്തേക്കെത്തി. എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം നോക്കിയത് അവൻ്റെ മുൻകാലുകളിലേക്കാണ്. അതെ, എൻ്റെ സംശയങ്ങൾ വെറുതെ ആയിരുന്നില്ല. വലത്തെ മുൻകാലിന് കൃത്യമായ കോട്ടമുണ്ട്. കാൽപാദത്തിൻ്റെ അടിയിലായി പഴുപ്പ് നിറഞ്ഞ വലിയൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴയാണ് അവന് നടക്കുമ്പോൾ വലിയ വേദന നൽകിയിരുന്നത്. കാട്ടിലെ വലിയ മരത്തടികളിലോ മറ്റോ ചവിട്ടിയപ്പോൾ ഉണ്ടായ വലിയൊരു മുറിവായിരുന്നു അത്. ആ കൊടിയ വേദനയാണ് പൂർണ്ണമായും സസ്യഭുക്കായ അവനെ ഒരു മനുഷ്യക്കൊല്ലിയാക്കി മാറ്റിയത്. ഞാൻ അവൻ്റെ കൊമ്പുകളിലേക്ക് നോക്കി. ഞാൻ അന്വേഷിച്ച് നടന്ന അതേ കൊമ്പുകൾ. കാട്ടിലെ വലിയ മരങ്ങളിൽ ഉരസി മിനുസം നഷ്ടപ്പെട്ട പോറലുകൾ വീണ അതേ ആയുധങ്ങൾ. ഇന്നലെ ഗ്രാമത്തിൽ വന്ന് കുടിൽ തകർത്ത
2 പാവപ്പെട്ട കർഷകരെ ചവിട്ടിക്കൊന്ന ആ യഥാർത്ഥ കൊലയാളിയുടെ അന്ത്യം ഇവിടെ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സിൽ വലിയൊരു സമാധാനവും അതോടൊപ്പം വല്ലാത്തൊരു ശൂന്യതയും നിറഞ്ഞു. എൻ്റെ വലിയൊരു പിഴവ് കാരണം നിരപരാധിയായ മറ്റൊരാണയുടെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പാപം എനിക്കൊരിക്കലും മാറ്റാൻ കഴിയാത്തതാണ്. എങ്കിലും രുദ്രപൂർ ഗ്രാമത്തെ ഞാൻ ആ വലിയ ദുരന്തത്തിൽ നിന്നും എന്നേക്കുമായി രക്ഷിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ തൊപ്പിയൂറി ആ കാടിൻ്റെ യഥാർത്ഥ അവകാശിക്ക് മുന്നിൽ അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിച്ചു. സൂര്യൻ പതിയെ പടിഞ്ഞാറ് മലനിരകൾക്ക് പിന്നിലേക്ക് മറയാൻ തുടങ്ങിയിരുന്നു. ടെറായ് ചതുപ്പുകളിലെ ആ വലിയ പുൽമേടുകളിൽ വീണ്ടും കനത്ത നിശബ്ദത പരന്നു. ചെളിയിൽ പുതഞ്ഞുകിടക്കുന്ന ആ ഭീമാകാരനായ കൊലകൊമ്പൻ്റെ ശരീരത്തിൽ നോക്കി ഞാൻ കുറച്ചുനേരം നിശ്ചലനായി നിന്നുപോയി. എൻ്റെ വസ്ത്രങ്ങൾ പൂർണ്ണമായും ചെളിയിൽ കുതിർന്നിരുന്നു. കടുവയുമായുള്ള പോരാട്ടത്തിലും ഒടുവിൽ എൻ്റെ വെടിയുണ്ടയിലും അവസാനിച്ച ആ വലിയ മൃഗത്തിൻ്റെ മുഖത്ത് അപ്പോൾ വല്ലാത്തൊരു ശാന്തത ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം അവനെ ഉറങ്ങാൻ അനുവദിക്കാതെ അലട്ടിയ ആ കൊടിയ വേദന അവസാനിച്ചിരിക്കുന്നു. പ്രകൃതി അതിൻ്റെ നിയമങ്ങൾ എപ്പോഴും നടപ്പിലാക്കും, ചിലപ്പോൾ വളരെ ക്രൂരമായി തന്നെ. ഞാൻ വളരെ പതുക്കെ ആ ചതുപ്പിൽ നിന്നും പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എൻ്റെ കാലുകൾക്ക് വലിയ ഭാരം തോന്നിയിരുന്നു. തോക്ക് ചുമലിലിട്ട് വലിയ ആനപ്പുല്ലുകൾ വകഞ്ഞു മാറ്റി ഞാൻ കാടിൻ്റെ അതിർത്തി ലക്ഷ്യമാക്കി നടന്നു. ദൂരെ രുദ്രപൂർ ഗ്രാമത്തിൽ നിന്നും ഇപ്പോഴും യാതൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഭയന്നിരിക്കുകയായിരിക്കാം. കാടിറങ്ങി ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ ദൂരെ വലിയ ആൽമരത്തിന് ചുവട്ടിലായി ഗ്രാമത്തലവനായ രാംസിംഗ് വളരെ പരിഭ്രാന്തിയോടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നെ ദൂരെ നിന്ന് കണ്ടതും അയാൾ എൻ്റെ നേർക്കൂടി വന്നു. അയാളുടെ മുഖത്ത് വലിയൊരു ചോദ്യചിഹ്നമുണ്ടായിരുന്നു. എൻ്റെ വസ്ത്രങ്ങളിലെ ചെളിയും ക്ഷീണിച്ച മുഖവും കണ്ട് അയാൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഞാൻ അയാളുടെ തോളിൽ തട്ടി വളരെ പതുക്കെ പറഞ്ഞു, "എല്ലാം കഴിഞ്ഞു രാംസിംഗ്. ഈ ഗ്രാമത്തെ വിറപ്പിച്ച ആ യഥാർത്ഥ ശത്രു ഇനി ഒരിക്കലും തിരികെ വരില്ല. അവൻ ചതുപ്പിൽ കിടപ്പുണ്ട്." ആ വാക്കുകൾ കേട്ടതും ആ വലിയ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അയാൾ എൻ്റെ കൈകൾ കൂപ്പിപ്പിടിച്ചു. ആ ഗ്രാമത്തിന് ഞാൻ നൽകിയ വലിയൊരു ഉറപ്പായിരുന്നു അത്. രാംസിംഗ് വേഗത്തിൽ ഗ്രാമത്തിലേക്ക് ഓടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഗ്രാമവാസികൾ എല്ലാവരും പുറത്തേക്ക് വന്നു. ഭയം പൂർണ്ണമായും മാറി അവരുടെ മുഖത്ത് വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു. എൻ്റെ വരവ് അവർ വലിയൊരു ആഘോഷമാക്കി മാറ്റി. കുട്ടികൾ എൻ്റെ ചുറ്റും കൂടി. സ്ത്രീകൾ മൺചട്ടികളിൽ തണുത്ത വെള്ളവും ഭക്ഷണവുമായി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ഇത്തവണ എൻ്റെ മനസ്സിൽ വലിയൊരു ആഘോഷത്തിനുള്ള ആവേശമുണ്ടായിരുന്നില്ല. കാരണം രാവിലെ കാട്ടിൽ നടന്ന ആ വലിയ തെറ്റ് എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഗ്രാമത്തലവൻ്റെ വീടിൻ്റെ വരാന്തയിരുന്ന് ഞാൻ ആ ഗ്രാമീണരോടെല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ അബദ്ധത്തിൽ കൊന്ന ആ നിരപരാധിയായ ആനയുടെ കഥ അവർ വലിയ ഞെട്ടലോടെയാണ് കേട്ടത്. പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാടിനുള്ളിൽ ഒരേ രൂപമുള്ള 2 വലിയ മൃഗങ്ങൾ. എന്നാൽ എൻ്റെ കുറ്റബോധം മനസ്സിലാക്കിയ രാംസിംഗ് വളരെ ശാന്തമായി എന്നോട് പറഞ്ഞു, "സാബ്, കാടിൻ്റെ തീരുമാനങ്ങൾ മനുഷ്യർക്ക് എപ്പോഴും മനസ്സിലാകണമെന്നില്ല. നിങ്ങൾ കൊന്ന ആ ആദ്യത്തെ ആന ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്നും ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ പ്രകൃതി തന്നെ ബലിയർപ്പിച്ചതായിരിക്കാം. നിങ്ങൾ ഈ ഗ്രാമത്തിന് നൽകിയ സമാധാനം വളരെ വലുതാണ്." ആ വാക്കുകൾ എനിക്ക് ചെറിയൊരു ആശ്വാസം നൽകി. എങ്കിലും ഒരു വേട്ടക്കാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരുന്നു ആ സംഭവം. പ്രകൃതി എപ്പോഴും നമ്മെക്കാൾ വലിയ ബുദ്ധിമതിയാണ്. നമ്മൾ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. കാടിൻ്റെ ഓരോ അനക്കത്തിലും ഓരോ കാൽപ്പാടുകളിലും 1000 രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. പിറ്റേന്ന് രാവിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വന്ന് 2 ആനകളുടെയും കൊമ്പുകൾ എടുത്തുകൊണ്ടുപോയി. കൊലയാളിയായ ആനയുടെ മുൻകാലിലെ ആ വലിയ പഴുപ്പ് നിറഞ്ഞ മുഴ അവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു. ഒരു ചെറിയ മുറിവ് എങ്ങനെയാണ് ഒരു മൃഗത്തെ ഇത്ര വലിയൊരു ഭീകരനാക്കി മാറ്റുന്നത് എന്ന് അവർ നേരിട്ട് കണ്ടു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കൊമ്പുകൾ കൊണ്ടുപോയതിനു ശേഷം ഞാൻ രുദ്രപൂർ ഗ്രാമത്തോട് വിട പറയാൻ തീരുമാനിച്ചു. ഗ്രാമവാസികൾ എന്നെ ഒരു ദൈവത്തെപ്പോലെയാണ് കണ്ടിരുന്നത്. എന്നാൽ എൻ്റെ ഉള്ളിൽ അപ്പോഴും ഒരു തീപ്പൊരി അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആ നിരപരാധിയായ മൃഗത്തിൻ്റെ വിയോഗം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. മനുഷ്യൻ്റെ അറിവില്ലായ്മയും അമിത വിശ്വാസവും എങ്ങനെയാണ് കാടിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നത് എന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചു.
അന്ന് ഉച്ചയോടെ എൻ്റെ പഴയ റൈഫിളും തോൾസഞ്ചിയുമായി ഞാൻ ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് കാടുകളിലേക്ക് നോക്കി നിന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആ ഉത്തരേന്ത്യൻ കാടുകൾ അപ്പോഴും വളരെ നിഗൂഢമായി തന്നെ നിലകൊണ്ടു. എത്ര വലിയ വേട്ടക്കാരനായാലും കാടിൻ്റെ നിയമങ്ങൾക്ക് മുൻപിൽ വെറും ഒരു ചെറിയ മനുഷ്യൻ മാത്രമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ നടന്നു വന്ന വഴികൾ, ഞാൻ വെടിവെച്ച ചതുപ്പുകൾ എല്ലാം ഇനി ചരിത്രമായി മാറും. രുദ്രപൂർ ഇനി ശാന്തമായി ഉറങ്ങും. പക്ഷേ ആ കാടിനുള്ളിൽ നടന്ന ആ സംഭവങ്ങൾ എൻ്റെ ഓർമ്മകളിൽ മായാതെ കിടക്കും. ഞാൻ ആ ഗ്രാമത്തലവൻ രാം സിംഗിനോട് യാത്ര പറഞ്ഞു. അയാൾ എൻ്റെ കൈകൾ മുറുകെ പിടിച്ച്, "ഈ കാട് നിങ്ങളെ ഒരിക്കലും മറക്കില്ല സാബ്" എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. തിരികെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് എത്തുമ്പോൾ ആകാശത്ത് വലിയ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. വീണ്ടും മഴ പെയ്യാൻ പോകുന്നു. ഞാൻ എൻ്റെ ഡബിൾ ബാരൽ റൈഫിൾ വൃത്തിയാക്കി ഭദ്രമായി പെട്ടിയിൽ വെച്ചു. ഈ തോക്ക് ഇനി വെടിയുതിർക്കാൻ ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഞാൻ അന്ന് മനസ്സിലുറപ്പിച്ചു. കാടിൻ്റെ വന്യതയെ സ്നേഹിക്കാൻ പഠിച്ച ഒരു വേട്ടക്കാരൻ തോക്ക് താഴെ വെച്ച് കാടിൻ്റെ സംരക്ഷകനായി മാറുന്ന ഒരു വലിയ മാറ്റം അവിടെ സംഭവിക്കുകയായിരുന്നു. രുദ്രപൂരിലെ ആ 2 ആനകളുടെ കഥ എനിക്ക് നൽകിയ പാഠം വളരെ വലുതായിരുന്നു. അക്രമം കൊണ്ട് കാടിനെ അടക്കി ഭരിക്കാൻ കഴിയില്ല. മറിച്ച് പ്രകൃതിയുടെ ഓരോ ജീവിയോടും കാണിക്കുന്ന കരുണയാണ് യഥാർത്ഥ വിജയമെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതം ആ കാടുകളിലെ നിശബ്ദമായ നിരീക്ഷകനായി മാറി. ക്യാമറയുമായി കാട്ടിലൂടെ നടക്കാനും മൃഗങ്ങളുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനും ഞാൻ ഇഷ്ടപ്പെട്ടു. വേട്ടക്കാരൻ്റെ കണ്ണുകൾ കൊണ്ടല്ലാതെ ഒരു സുഹൃത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാടിനെ വീക്ഷിച്ചു. ഹിമാലയൻ താഴ്വരകളിൽ ഞാൻ കണ്ട ആ വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിരുന്നു. രുദ്രപൂരിലെ ആ ഭയാനകമായ ദിവസങ്ങൾ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി. കഥകൾ അവസാനിക്കുന്നില്ല. കാട് അതിൻ്റെ രഹസ്യങ്ങൾ ഇനിയും തുറന്നു കാട്ടും. നമുക്ക് കാടിനെ സംരക്ഷിക്കാം. വന്യജീവികളെ അവർക്കിഷ്ടപ്പെട്ട ഇടങ്ങളിൽ ജീവിക്കാൻ അനുവദിക്കാം. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ഒരു വലിയ തിരിച്ചറിവിലേക്കുള്ള വഴി മാത്രമാണ്. പ്രകൃതിയെയും വന്യജീവികളെയും ബഹുമാനിക്കാൻ പഠിക്കുക. കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇത്തരം അനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്രകൃതിയുടെ അടുത്ത നിഗൂഢതയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.